അപ്പോൾ ഇന്ന് വേറെ ഒന്നുമല്ല, നമ്മൊരു ബീട്രൂട്ടിൻ്റെ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയല്ല, കമോൺ കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് വേണ്ടി നമ്മ കുറച്ച് ഓയിൽ ഒരു ചട്ടിയിലേക്ക് അങ്ങോട്ട് ഒഴിക്കണേ. അങ്ങോട്ട് കുറച്ചധികം ഓയിൽ ഒഴിക്കുന്നുണ്ട്, കാരണം കുറച്ചധികം സാധനം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഓയിലൊക്കെ ഒഴിച്ച് ഓയിലൊന്ന് സെറ്റ് ആയത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളക് വാരിയിട്ട് നേരെ അതിൻ്റെ ഒപ്പം തന്നെ സവാള സവാള നമ്മൾ വേറെ രീതിയിലാണ് കട്ട് ചെയ്ത് എല്ലാം ഉരച്ചെടുത്തതാണ്, സെറ്റപ്പ് രീതിയിൽ തന്നെ. അതും കൂടി ഇട്ട് അങ്ങോട്ട് സെറ്റായി സവാള ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് സാൾട്ട് അതിന് ഉപ്പും കൂടി ഇട്ട് അങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് ചിക്കി എടുത്ത് ചിക്കി ഒന്ന് മൂടായി വന്നപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞപ്പൊടി വിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് ആദ്യം മൂപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് മുളക് പൊടി നമ്മൾ ഇടുന്നുണ്ട്. മുളക് പൊടി കൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് സെറ്റാക്കി എടുത്ത് മൊത്തത്തിൽ ഒന്ന് ഇതായി കഴിയുമ്പോൾ ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ബീട്രൂട്ട് നമ്മൾ കുറേ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സാധനം, അത് കുറച്ച് അധികം ഉണ്ട് ബീട്രൂട്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിനുവേണ്ടി കുറച്ചധികം ബീട്രൂട്ട് ഇട്ട് നേരെ എല്ലാം കൂടി മിക്സ് ചെയ്ത് അങ്ങനെ സെറ്റാക്കി വഴറ്റിയെടുത്ത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇതാണ് നമ്മുടെ ബീട്രൂട്ടിൻ്റെ മെഴുക്ക് വരട്ടി. ഇതെങ്ങനെ ടേസ്റ്റ് ചെയ്യണ്ടേ നമുക്ക്? സാധനം ടേസ്റ്റ് ചെയ്ത് നോക്ക്, ഒരു രക്ഷയില്ല. സംഭവം ഒന്ന് മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത് ഉണ്ടാക്കി. വേറെ ഒന്നുമില്ല, അടിപൊളി ഉഗ്രൻ സാധനം. ഓക്കെ, ബൈ.